നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് KPCC ആഹ്വാനം ചെയ്ത പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളത്ത് KPCC പ്രസിഡന്റ് നിർവഹിച്ചു. കുന്നംകുളത്ത് പ്രതിഷേധ സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ തന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന 2 പവൻ വരുന്ന സ്വർണ്ണമാല ഊരി നൽകി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. നിയമ പോരാട്ടത്തിന് സുജിത്തിനൊപ്പം നിന്ന വർഗീസ് ചൊവ്വന്നൂരിന് DCC എക്സിക്യൂട്ടീവ് സ്ഥാനം കൂടി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം KPCC പ്രസിഡന്റ് നിർവഹിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ സംവരണം ഈ മാസം അവസാനം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും. 2015-ലെയും 2020-ലെയും തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി സംവരണമുണ്ടായിരുന്ന വാർഡുകളെ നറുക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കും. ദേശീയപാത 66 എടക്കഴിയൂരിൽ ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണ ഗൃഹനാഥൻ മരിച്ചു. പുത്തൻപള്ളി നരണിപ്പുഴ സ്വദേശി 68 വയസ്സുള്ള ചേക്കുണ്ണിയാണ് മരിച്ചത്. ഗുരുവായൂർ പഞ്ചാരമുക്ക് സെന്ററിൽ ബൈക്കിടിച്ച് തമിഴ്നാട് സ്വദേശിയായ കാൽനട യാത്രികനും മരിച്ചു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് KPCC ആഹ്വാനം ചെയ്ത പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുജിത്തിന് മർദ്ദനമേറ്റ സംഭവം നിയമസഭയിലും അതീവ ഗൌരവത്തിൽ കൊണ്ടുവരും. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചപ്പോൾ മുഖ്യമന്ത്രി ന്യായീകരിച്ച് സംസാരിച്ചത് രക്ഷാപ്രവർത്തനമെന്നാണ്. കുന്നംകുളത്തെ നരനായിട്ടിന് കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു എന്നറിയാൻ ഈ നാട്ടിലെ ജനത്തിന് താൽപര്യമുണ്ട്. വിഷയത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച അദ്ദേഹം മർദ്ദനക്കേസിലെ പ്രതികളെ സൌകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിക്കൊടുത്തു എന്നതാണ് കേരള പോലീസിന് നൽകിയ ശിക്ഷ എന്ന് നാട്ടുകാരെല്ലാം കണ്ടതാണെന്നും കൂട്ടിച്ചേർത്തു. നമ്മുടെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. അദ്ദേഹം കാണണം. അദ്ദേഹത്തിന്റെ കുഴപ്പം എന്താണ്? പയ്യന്നൂരിൽ ഒരു കരിങ്കൊടി കാണിച്ചു എന്നതാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ ചെയ്ത തെറ്റ്. ആ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസിന്റെ പയ്യന്നൂരിലെ പ്രവർത്തകരെയാണ് പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന കേരളത്തിലെ പോലീസ് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അവരെ അതിക്രൂരമായിട്ട് തലശ്ശേരി ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പം അതിലൊരു പയ്യന് ബോധമില്ലായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടതാണ്. എന്നിട്ട് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചത് എന്താണ്? പോലീസ് നടത്തിയത് രക്ഷാപ്രവർത്തനം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോലീസിന്റെ ഈ അതിക്രമങ്ങളെ ന്യായീകരിച്ച് സംസാരിച്ചത്. മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് മനുഷ്യജീവൻ തട്ടിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചവർ കാക്കിയിടാൻ യോഗ്യരല്ല. അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന തീരുമാനം സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നതായിരിക്കുമെന്നും നിയമസഭയിൽ കുന്നംകുളത്തെ പോലീസ് മർദ്ദനം കോൺഗ്രസ് സജീവമായി ഉന്നയിക്കുമെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. കോടതി പറഞ്ഞിരിക്കുന്നു, ആ ചെറുപ്പക്കാരൻ മദ്യപിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇത്ര നിഷ്ഠൂരമായിട്ട് ആക്രമിച്ച് സംഘം ചേർന്ന് ആക്രമിച്ചവര് സർവീസിൽ അവരിയ്ക്കാൻ യോഗ്യരല്ല. കാക്കിയിട്ട് നടക്കാൻ അവർ യോഗ്യരല്ല. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ ചെയ്യണം. അതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. ടി സിദ്ദിഖ് MLA, മുൻ MP-യും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ TN പ്രതാപൻ, AICC അംഗം അനിൽ അക്കര, മുൻ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റുമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് പ്രതിഷേധ സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് തന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല ഊരി നൽകി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. 15-ാം തീയതി വിവാഹിതനാകുന്ന സുജിത്തിന് തന്റെ 2 പവൻ വരുന്ന സ്വർണ്ണമാലയാണ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടി ഉണ്ടായിരുന്ന വേദിയിൽ വെച്ച് സമ്മാനിച്ചത്. പ്രസംഗത്തിനിടെ TN പ്രതാപൻ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ വേദിയിലുണ്ടായിരുന്ന ജോസഫ് ടാജറ്റ് എഴുന്നേറ്റ് വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന സുജിത്തിന് മാല കഴുത്തിൽ ഇട്ട് നൽകുകയായിരുന്നു. വൻ കയ്യടിയോടുകൂടിയാണ് വേദിയിലുള്ളവരും സദസ്സിലുള്ളവരും ഇക്കാര്യം സ്വീകരിച്ചത്.
കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ KC വേണുഗോപാൽ സുജിത്തിന് സ്വർണ്ണമോതിരം സമ്മാനമായി നൽകിയിരുന്നു. നിയമ പോരാട്ടത്തിന് സുജിത്തിനൊപ്പം നിന്ന വർഗീസ് ചൊവ്വന്നൂരിനെ DCC എക്സിക്യൂട്ടീവ് സ്ഥാനം കൂടി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗത്തിൽ നടത്തി. കുന്നംകുളം പോലീസിന് മാവോയിസ്റ്റ് ഭീഷണി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെതിരെയുള്ള കസ്റ്റഡി മർദ്ദന വിവാദങ്ങൾക്കിടെയാണ് ഭീഷണി ഉണ്ടായത്. ബുധനാഴ്ച രാവിലെ മാവോയിസ്റ്റ് സംസ്ഥാന മേധാവി എന്ന തരത്തിൽ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പേരിലാണ് മാവോയിസ്റ്റിന്റെ ഭീഷണി കത്ത് പോലീസിന് ലഭിച്ചത്. സംസ്ഥാനത്തെ യൂണിഫോം ഉദ്യോഗസ്ഥർക്കെതിരായി ജനങ്ങൾ അണിനിരക്കണമെന്നാണ് കത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മറ്റു വാർത്തകൾ. ദേശീയപാത 66 എടക്കഴിയൂരിൽ ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണ് ഗൃഹനാഥൻ മരിച്ചു. പുത്തൻപള്ളി നരണിപ്പുഴ സ്വദേശി ചേക്കുണ്ണിയാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. രാവിലെ 11:30ക്കാണ് സംഭവം. ചാവക്കാട് നിന്ന് പൊന്നാനിയിലേക്ക് പോവുകയായിരുന്ന MRS ബസ് എടക്കഴിയൂർ സ്റ്റോപ്പിൽ നിന്നും എടുക്കുന്നതിനിടെ ബസ്സിൽ കയറാൻ ഓടിയെത്തിയ ചേക്കുണ്ണി ഇതേ ബസ്സിനടിയിലേക്ക് വീണാണ് അപകടമുണ്ടായത്. ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി. ഉടൻ തന്നെ സ്വകാര്യ ആംബുലൻസിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ സംവരണം ഈ മാസം അവസാനം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും. 2015-ലെയും 2020-ലെയും തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി സംവരണമുണ്ടായിരുന്ന വാർഡുകളെ നറുക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കും. വാർഡ് പുനർവിഭജനത്തിലൂടെ പുതുതായി രൂപീകരിച്ച വാർഡിൽ നിലവിലുള്ള സംവരണ വാർഡിലെ 50% കൂടുതൽ ജനസംഖ്യയുണ്ടെങ്കിൽ അത് നിലവിലുള്ള സംവരണ വാർഡായി കണക്കാക്കും. സ്ത്രീ, പട്ടികജാതി സ്ത്രീ, പട്ടികവർഗ സ്ത്രീ, പട്ടികജാതി പട്ടികവർഗം എന്നിങ്ങനെ 5 വിഭാഗങ്ങൾക്കാണ് തദ്ദേശ സ്ഥാപന വാർഡുകളിൽ സംവരണമുള്ളത്. സ്ത്രീകൾക്ക് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും 50%, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായാണ് സംവരണം നിശ്ചയിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത സീറ്റുകളിൽ 50% ഈ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കായും സംവരണം ചെയ്തിട്ടുണ്ട്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് സംവരണത്തിനുള്ള നറുക്കെടുപ്പ് നടത്തുക കളക്ടറാണ്. മുനിസിപ്പാലിറ്റികളിൽ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും കോർപ്പറേഷനുകളിൽ തദ്ദേശ വകുപ്പ് അർബൻ ഡയറക്ടറുമാണ് സംവരണം നിശ്ചയിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാകും നറുക്കെടുപ്പ്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും 26-ന് ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. 2025-ലെ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൽ നിലവിൽ നിശ്ചയിച്ചതിനേക്കാൾ പോളിംഗ് ബൂത്തുകൾ വർദ്ധിക്കും. കരട് വോട്ടർ പട്ടിക അനുസരിച്ച് 30,759 പോളിംഗ് ബൂത്തുകളാണ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കരടിലേതിനേക്കാൾ 16,34,207 വോട്ടർമാർ വർദ്ധിച്ചു. അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 2,83,12,463 പേരുണ്ട്. കളക്ടർമാർക്ക് ബൂത്തുകൾ പുനഃക്രമീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൂത്തുകളിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കാം. പഞ്ചായത്തുകളിൽ ഒരു വാർഡിൽ 1,200 വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 1,500 വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലുമാകും ക്രമീകരണം. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ് കണ്ടക്ടർ മർദ്ദിച്ചു. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. തോളലിന് പൊട്ടലേറ്റ രാജേഷ് കുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാത്രി 9:30-ഓടെയാണ് സംഭവം. കേച്ചേരിയിലുണ്ടായ വാഹനക്കുരുക്ക് പരിഹരിക്കാനായി രാജേഷ് കുമാർ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി മുഹമ്മദ് സാലിഹുമായി തർക്കമുണ്ടാവുകയും പിന്നീട് അത് മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. സംഘർഷത്തിനിടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടതായും ടിക്കറ്റ് മെഷീന് കേടുപാടുകൾ സംഭവിച്ചതായും പരിക്കേറ്റ രാജേഷ് കുമാർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചേട്ടാ വണ്ടിന്ന് പോകൂല. ഹലോ ചേട്ടാ വണ്ടിന്ന് പോകൂല. ഗ്യാരണ്ടി വണ്ടിന്ന് പോകൂല. വണ്ടി ഇവിടെ നിൽക്കും. വണ്ടിന്ന് പോകൂല. ഇവിടെ പോലീസിനോട് ആ വണ്ടിന്ന് പോകൂല. എന്ന് വണ്ടിന്ന് പോകൂല. വണ്ടിന്ന് പോകൂല. ചേട്ടാ പേടിക്ക. നേപ്പാളിലെ ആഭ്യന്തര കലാപം അതിർത്തിയിൽ കുടുങ്ങിയ മലയാളികളിൽ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിലെ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ. യൂണിറ്റി ആശുപത്രിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ എരുമപ്പെട്ടി സ്വദേശി ഡോക്ടർ സുജയ് സിദ്ധാർത്ഥൻ, ബിസിനസ്സുകാരനായ വാടനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് നേപ്പാൾ ചൈന അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.
ചൈനയിൽ ഉൾപ്പെട്ട ടിബറ്റിലെ ഡാർച്ചുൻ ചെറിയ പട്ടണത്തിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് ഇവർ ഉൾപ്പെടെയുള്ള 100 പേരടങ്ങുന്ന സംഘം കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയത്. ഇതിൽ 10 പേർ മലയാളികളാണ്. 10 ദിവസത്തെ യാത്രയായിരുന്നു. ഇന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടതായിരുന്നു. ഇതിനിടയിലാണ് നേപ്പാളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്ന് നേപ്പാൾ ബോർഡർ അടയ്ക്കുകയായിരുന്നു. കൈലാസത്തിനടുത്തുള്ള ഉയരം കൂടിയ പ്രദേശത്തെ ബേസ് ക്യാമ്പിലാണ് ഇവരുള്ളത്. ഓക്സിജൻ കുറഞ്ഞ പ്രദേശമാണ്. പ്രായമായവരും സംഘത്തിലുണ്ട്. പലരും ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. രോഗികളായവർക്ക് മരുന്നുകൾ നൽകുന്നുണ്ടെന്നും എന്നാൽ ഓക്സിജൻ കുറവാണെന്നും ഡോക്ടർ സുജയ് പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവ് V. മുരളീധരൻ, AC മൊയ്തീൻ MLA, K. രാധാകൃഷ്ണൻ MP എന്നിവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെന്നും ആശങ്ക വേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ സുജയ് പറഞ്ഞു. ആഭ്യന്തര കലാപത്തെ തുടർന്ന് നേപ്പാൾ അതിർത്തി അടച്ചതോടെ ചൈനയിലെ ഡാർച്ചനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ച് KC വേണുഗോപാൽ MP കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറിന് കത്തയച്ചു. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരിലെ 2 തൃശൂർ സ്വദേശികളുടെ വിവരങ്ങൾ കുന്നംകുളം നഗരസഭാ കൗൺസിലർ റബീബ് ഹസൻ MPയെ അറിയിച്ചിരുന്നു. ഏകദേശം 1000 മുതൽ 1500 വരെയുള്ള ഇന്ത്യൻ തീർത്ഥാടകരെ സുരക്ഷിതരായി ഒഴിപ്പിക്കുവാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് കാണിച്ചാണ് MP കത്തയച്ചത്. കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിലെ ഡോക്ടർ സുജയ് സിദ്ധാർത്ഥനെ പറ്റി കത്തിൽ പരാമർശമുണ്ട്. അദ്ദേഹം പരിമിതമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി മറ്റുള്ളവർക്ക് വൈദ്യസഹായം നൽകുന്നുണ്ടെങ്കിലും പ്രതിസന്ധിയുടെ വ്യാപ്തി അതിരൂക്ഷമാണെന്ന് MP അറിയിച്ചു. കൂടുതൽ ഏകോപനത്തിനായി ഡോക്ടർ സുജയ് സിദ്ധാർത്ഥന്റെ മൊബൈൽ നമ്പറും MP കത്തിൽ പങ്കുവച്ചു. CCTV ന്യൂസ് ഇമ്പാക്ട്. കാട്ടകമ്പാൽ മേഖലയിൽ റോഡരികിൽ കേബിളുകൾ സ്ഥാപിക്കുന്നതിനിടെ തകർന്ന റോഡ് ഒടുവിൽ അറ്റകുറ്റപ്പണികൾ നടത്തി. റോഡിലെ കുഴികൾ മൂലം യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് CCTV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ ടാറിംഗ് നടത്തിയത്. 8 മാസം മുൻപാണ് കാട്ടകമ്പാൽ മേഖലയിൽ റോഡരികിൽ യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് കേബിളുകൾ വലിച്ചത്. കേബിളുകൾ സ്ഥാപിച്ച ശേഷം കുഴി മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. കനത്ത മഴയിൽ മണ്ണെല്ലാം ഒലിച്ചു പോയതോടെ റോഡരികിൽ വലിയ കുഴിയായി മാറി. അപകടം പതിവായതോടെ നാട്ടുകാർ മണ്ണിട്ട് പലപ്പോഴും കുഴിയടച്ചിരുന്നുവെങ്കിലും വീണ്ടും കുഴിയാവുകയായിരുന്നു. CCTV വാർത്തയെ തുടർന്ന് അധികൃതർ കുഴികളെല്ലാം നികത്തി ടാറിംഗ് നടത്തുകയായിരുന്നു. ഗുരുവായൂർ പഞ്ചാരമുക്ക് സെന്ററിൽ ബൈക്കിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. തമിഴ്നാട് സ്വദേശി 60 വയസ്സുള്ള രാജഗോപാലനാണ് മരിച്ചത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി നെല്ലിക്കുന്ന് ഉന്നതി സമഗ്ര വികസന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ, എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, സ്വപ്ന പ്രദീപ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിന് നേരെയുണ്ടായ ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി, എളവള്ളി, തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി അനിൽ പുളിക്കൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് സ്റ്റേഷനുകൾ CPM ഓഫീസുകളായി മാറിയെന്ന് അനിൽ പുളിക്കൻ ആരോപിച്ചു. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ കോൺഗ്രസുകാരെ തിരഞ്ഞുപിടിച്ച് കള്ളക്കേസുകളിൽ ഉൾപ്പെടുത്തുന്ന രീതിയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി സിജു പാവറട്ടി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റുമാരായ PB ഗിരീഷ്, PP സ്റ്റീഫൻ, പ്രസാദ് വാഗ, BV ജോയ് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മീര ജോസ്, അക്ബർ അലി, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സെയ്ദ് മുഹമ്മദ്, ആന്റോലി ജോ, AD സാജു എന്നിവർ നേതൃത്വം നൽകി. പയ്യൂർ പൊറക്കളങ്ങാട് റോഡിൽ മാലിന്യം തള്ളിയ നിലയിൽ റോഡിനോട് ചേർന്ന പാടത്താണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. ശുചിമുറി മാലിന്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിരവധി യാത്രികർ പോകുന്ന വഴിയിലാണ് സാമൂഹ്യദ്രോഹ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാസങ്ങൾക്ക് മുൻപും ഇവിടെ മാലിന്യം തള്ളിയിരുന്നു. മാലിന്യ നിക്ഷേപം കൃഷിയെയും പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിയാണ്. സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം.
ചാവക്കാട് ബ്ലോക്കിലെ കൃഷിശ്രീ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. പൂക്കോട് കൃഷിഭവനിൽ NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും കൃഷിശ്രീ സെന്ററിൽ നിന്ന് ലഭ്യമാകുമെന്ന് MLA പറഞ്ഞു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AM ഷഫീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശൈലജ സുധൻ, കൃഷി ഓഫീസർ P. റിജിത്ത് എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീദ് പദ്ധതി വിശദീകരിച്ചു. തൈകൾ ഉണ്ടാക്കി വിതരണം ചെയ്യൽ, പോട്ടിംഗ് മിശ്രിതത്തോടുകൂടിയ ചട്ടികൾ വീടുകളിലെത്തിച്ച് തൈനടൽ, പുല്ലുവെട്ടൽ, തടം തുറക്കൽ, സ്പ്രേയിംഗ് തുടങ്ങിയ സേവനങ്ങൾ കൃഷിശ്രീ സെന്ററിൽ നിന്ന് ലഭിക്കും. നാടൻ ജൈവവളങ്ങളും വളക്കൂട്ടുകളും നിർമ്മിച്ച് വിതരണം നടത്തുകയും ചെയ്യും. കാർഷിക യന്ത്രോപകരണങ്ങൾ ഇവിടെ നിന്ന് വാടകയ്ക്ക് ലഭ്യമാകും. പഴഞ്ഞി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്ലീമയ്ക്ക് യാത്രയയപ്പ് നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ രാമപുരം ആരോഗ്യ കേന്ദ്രത്തിൽ വാർഡ് മെമ്പർ MS മണികണ്ഠന്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയയപ്പ് യോഗം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുഗതൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ നവ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശ്രീ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മാജിദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തസ്ലീമ മറുപടി പ്രസംഗം നടത്തി. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മുൻ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ അടച്ചു. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയിരുന്നു. പള്ളിമേപ്പുറം മുതൽ വെള്ളറക്കാട് വരെയുള്ള റോഡിന്റെ ദുരവസ്ഥ മൂലം പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ആശ്വാസമാകുവാനായി മുൻ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ട്രഷററുമായ PV അപ്പുനായർ മുന്നിട്ടിറങ്ങുകയായിരുന്നു. മെറ്റലും മണ്ണും ഇട്ടാണ് റോഡിലെ കുഴികൾ അടച്ചത്. അഷ്റഫ് പള്ളിമേപ്പുറം, VK ഇബ്രാഹിം, ജാക്സൺ വെള്ളറക്കാട് എന്നിവർ നേതൃത്വം നൽകി. പെങ്ങാമുക്കിൽ റോഡിൽ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നു. ഹൈസ്കൂളിന് സമീപം നടുറോഡിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ വാൽവിന്റെ ചോർച്ച മൂലം റോഡിൽ കുഴിയായി. ഈ കുഴിയിലൂടെ വെള്ളം ഒഴുകി സമീപത്തെ വീടുകളിലേക്ക് ഒഴുകുകയാണ്. കരിച്ചാൽ റോഡിന് സമീപം റോഡരികിൽ 2 മാസം മുൻപ് പൊട്ടിയ പൈപ്പ് ഇനിയും അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. വെള്ളം പമ്പ് ചെയ്യുമ്പോഴെല്ലാം ഇവിടെ വെള്ളം പാഴാകുന്നുണ്ട്. ഗവൺമെന്റ് LP സ്കൂളിന് സമീപവും പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നുണ്ട്. പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി വെള്ളം പാഴാകുന്നത് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ 2 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന കലോത്സവം സമാപിച്ചു. നിറക്കൂട്ട് 2025 എന്ന പേരിൽ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാൻ സംഘടിപ്പിച്ച കലോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രധാനാധ്യാപിക സിസ്റ്റർ ഷാലി മരിയ നിറക്കൂട്ട് 2025 എന്നെഴുതിയ ബാനർ സ്കൂൾ അങ്കണത്തിലേക്ക് ഇറക്കിക്കൊണ്ട് നിർവഹിച്ചു. കഥ, അഭിനയഗാനം, പ്രസംഗം, നാടോടി നൃത്തം, മോണ ആക്ട്, ലളിതഗാനം, മാപ്പിളപ്പാട്ട് തുടങ്ങി വിവിധ ഇനം മത്സരങ്ങളിൽ കുരുന്ന് പ്രതിഭകൾ മാറ്റുരച്ചു. സമാപന സമ്മേളനം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാട് 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി ദക്ഷയുടെ രേഖാചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 1-2 ക്ലാസുകളിൽ നിന്ന് കുമാരി C. അവിന്തികയും 3-4 ക്ലാസുകളിൽ നിന്ന് PV ഹരിബാലയും കലാപ്രതിഭകളായി തെരഞ്ഞെടുക്കപ്പെട്ടു. മത്സരങ്ങളിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കവിതകൾ എഴുതുന്ന സുഹൃത്തിനെ പ്രോത്സാഹനമായി സഹപാഠികൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1982-83 വർഷത്തെ SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഈ മനോഹര തീരത്ത് എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് NC ശശികുമാർ എന്ന സഹപാഠിയുടെ കവിതകൾ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നത്. സെപ്റ്റംബർ 13 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 എരുമപ്പെട്ടി സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ പുസ്തകം പ്രകാശനം ചെയ്യും. ചെറുപ്രായം മുതൽ നിരവധി കവിതകൾ ശശികുമാർ രചിച്ചിട്ടുണ്ടെങ്കിലും പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്ന ആദ്യ കവിതാ സമാഹാരമാണ് വെയിൽ ഗന്ധങ്ങൾ. തീക്ഷ്ണമായ തന്റെ ജീവിതാനുഭവങ്ങളും പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളും തന്നെയാണ് ശശികുമാറിന്റെ കവിതകൾ. ശക്തമായ ഭാഷാ ശൈലിക്കുടമയായ ശശികുമാറിന്റെ കവിതകൾ ഭാവിയിൽ പുറം ലോകം അറിയപ്പെടാതെ പോകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് കവിതാ സമാഹാരം പുറത്തിറക്കുന്നത്. ഈ NC ശശികുമാർ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ വായനയും അതുപോലെ തന്നെ കവിതകളും എഴുതുന്ന ഒരു സ്വഭാവക്കാരനാണ്. അപ്പോൾ ഈ കൂലിപ്പണിക്കാരനായിട്ടുള്ള ആളുകൾ ഈ ഒരു കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 6-6:30 വരെ അതിൻ്റെ ജോലി അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അത് കഴിഞ്ഞ് കുടുംബത്തേക്ക് കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നതൊക്കെ ചുമതലകൾക്കിടയിൽ തന്നെ ഇങ്ങനെ ഒരു കവിത എഴുതി ഇത്രയും നിലവാരമുള്ള കവിതകൾ എഴുതുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്.
70 കവിതകളുടെ ഒരു സമാഹാരമാണ് വെയിൽ ഗന്ധങ്ങൾ എന്നുള്ള പേരിൽ ഇറക്കുന്നത്. അതേസമയം അയാൾ 100-ൽ പരം 100 പോരാ, അതിന് ഇനി ഒരു പുസ്തകം കൂടി ഇറക്കാനുള്ള കവിതകൾ അയാളുടെ കൈവശമുണ്ട്. ഒരേ ക്ലാസ്സിൽ പഠിച്ച പ്രശസ്ത ചുമർചിത്രകാരൻ PK സദാനന്ദനും കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ച് ഈ കൃതിയിൽ സംവദിക്കുന്നുണ്ട്. ഭാവിയിൽ പുറംലോകം അറിയപ്പെടാതെ പോകരുന്ന ലക്ഷ്യത്തോടെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് കവിതാ സമാഹാരം പുറത്തിറക്കുന്നത്. ഒരേ ക്ലാസ്സിൽ പഠിച്ച പ്രശസ്ത ചുമർചിത്രകാരൻ ശ്രീ PK സദാനന്ദനും ഈ കൃതിയിൽ കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ച് സംവദിക്കുന്നുണ്ട് എന്നത് ഈ കവിതാ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപീകരിച്ച അലുമിനി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യം നൽകി നിലവാരമുള്ള രചനകൾ തുടർന്നും പ്രസിദ്ധീകരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. സാഹിത്യരംഗത്തും പ്രതിഭാശാലികളായിട്ടുള്ള ആൾക്കാരെ, അതും ഏതൊക്കെയോ കാരണങ്ങളെ കൊണ്ട് പിന്തള്ളപ്പെട്ടവരെ അവരുടെ കഴിവിനെ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പ്രഥമ ഒരു സംരംഭമായിട്ട് അദ്ദേഹത്തിൻ്റെ വിവിധ കവിതകളെ ചേർത്തിണക്കിക്കൊണ്ടൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ കൂട്ടായ്മയുടെ ഒരു പേരിൽ തന്നെ അലുമിനി ബുക്സ് എന്നുള്ളൊരു പേര് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രസിദ്ധീകരണ രംഗത്തേക്ക് വളരെ ക്രിയാത്മകമായി ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ സംഘടന ഈ പ്രവൃത്തിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം TK വാസു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കവി രാവുണ്ണി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബീന C ജേക്കബിന് കവിതാ സമാഹാരത്തിന്റെ പ്രതി നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യും. CM അബ്ദുള്ള പുസ്തകം പരിചയപ്പെടുത്തും. പഞ്ചായത്ത് അംഗം സുധീഷ് പറമ്പിൽ, ഈ മനോഹര തീരത്ത് സഹപാഠി കൂട്ടായ്മയുടെ പ്രസിഡന്റ് VK രാമചന്ദ്രൻ, സെക്രട്ടറി PN വിജയകുമാർ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് AM റഷീദ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം KM അഷ്റഫ്, സ്കൂൾ PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, സാഹിത്യകാരി സ്മിത കോടനാട്, ഗിന്നസ് സത്താർ ആദൂർ, ഇടം സാംസ്കാരിക വേദി പ്രസിഡന്റ് EK മിനി തുടങ്ങി ഇതേ സ്കൂളിലെ 14 പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാരവാഹികൾ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക പ്രതിനിധികളായ PK സദാനന്ദൻ, VK രാമചന്ദ്രൻ, CK ജോർജ്, KV ശശികുമാർ, TG സുന്ദർലാൽ, VU വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ക്രമസമാധാന പരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട നിയമപാലകർ നിയമത്തെ കയ്യിലിട്ട് അമ്മാനമാടുകയാണെന്ന് മുൻ MLA VT ബൽറാം പറഞ്ഞു. പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനകീയ പ്രതിഷേധ സദസ്സ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ സമരങ്ങളെ ഭയക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെ കയറൂരി വിട്ടിരിക്കുകയാണെന്നും VT ബൽറാം പറഞ്ഞു. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ്സിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കൊഴിക്കര അധ്യക്ഷത വഹിച്ചു. UDF തൃത്താല നിയോജകമണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ K ബാബു നാസർ, P മാധവദാസ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ PC ഗംഗാധരൻ, KM ചന്ദ്രശേഖരൻ, EV മൊയ്തുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, കോൺഗ്രസ് യൂത്ത് മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ആളുകൾ നിയമം കയ്യിലെടുക്കാൻ നിന്നാൽ, നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ നിന്നാൽ, അതിക്രൂരമായ നിയമവിരുദ്ധമായ ക്രിമിനൽ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകാൻ നിന്നാൽ, അത്തരത്തിലുള്ള ആളുകളുടെ തൊപ്പി ഊരി വെച്ച്, കാക്കി ഊരി വെച്ച് ഈ സേനയിൽ നിന്ന് പുറത്താക്കുന്നത് വരെ ഈ സമരവും പ്രക്ഷോഭവും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഏതായാലും കേരള ഭരണത്തിൽ പിണറായി വിജയൻ അങ്ങനെ അനന്തകാലം ഇനിയും ഉണ്ടാകും എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും. കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ദയാ റോയൽ ആശുപത്രിയിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ K ഇന്ദു ജോഷി ആത്മഹത്യാ പ്രതിരോധത്തെക്കുറിച്ച് സംസാരിച്ചു. നമസ്കാരം, ഞാൻ ഡോക്ടർ ഇന്ദു ജോഷി, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് അറ്റ് ദയാ റോയൽ ഹോസ്പിറ്റൽ. മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ടുള്ള വിഷാദരോഗം, ഉത്കണ്ഠാരോഗങ്ങൾ, ചിത്തഭ്രമം, ബൈപോളാർ ഡിസോർഡർ, ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ച രീതിയിൽ കാണുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം, സാമ്പത്തിക ബാധ്യതകൾ, വ്യക്തിത്വ വൈകല്യങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, ട്രോമ, അബ്യൂസ് എന്നിവയെല്ലാം ആത്മഹത്യയ്ക്ക് കാരണമാണ്. ഒരു വ്യക്തി ആത്മഹത്യാ പ്രവണതകൾ കാണിക്കുമ്പോൾ തന്നെ സമയാനുചിതമായിട്ടുള്ള പിന്തുണ നൽകുകയും അവരെ ശാസ്ത്രീയമായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ആത്മഹത്യ
പ്രതിരോധിക്കാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തോ സഹപാഠിയോ കുടുംബാംഗമോ ആത്മഹത്യാ പ്രവണതയോ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ കാണിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് പിന്തുണ നൽകുകയും അവരെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം ലഭ്യമാക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങൾക്കും ഒരു ജീവൻ്റെ രക്ഷകനാകാം. കരുണയുടെ പ്രകാശം ചൊരിഞ്ഞ് ചാലിശ്ശേരി GCC ക്ലബിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ വിതരണം സംഘടിപ്പിച്ചു. ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങിൽ PK ജിജു എറണാകുളം വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമത്തിലെ ആദ്യകാല ഗോൾ കീപ്പറായിരുന്ന പുലിക്കോട്ടിൽ കോക്കൂർ കുഞ്ഞന്റെ സ്മരണാർത്ഥം മകൻ PK ജിജു എറണാകുളമാണ് ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായി ചികിത്സാ സഹായ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. ചികിത്സാഭാരങ്ങൾ വഹിക്കാനാകാതെ ബുദ്ധിമുട്ടുന്നവർക്ക് കരുത്താകാൻ പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്ന് രോഗചികിത്സയ്ക്കും മരുന്നിനും സാമ്പത്തിക സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തിയാണ് പ്രതീക്ഷയുടെ വെളിച്ചമായി സഹായഹസ്തം നൽകിയത്. എല്ലാ വർഷവും സെപ്റ്റംബർ 7-ാം തീയതി സഹായ പദ്ധതി തുടരുമെന്നും കളിയുടെ വേദിയായി തുടങ്ങിയ GCC ഇന്ന് ഗ്രാമത്തിൽ കരുണയുടെ വിളക്കായി തീർന്നിരിക്കുന്നതായും ജിജു എറണാകുളം പറഞ്ഞു. ചടങ്ങിൽ ക്ലബ് വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ അധ്യക്ഷനായി. MBBS പഠനത്തിന് പ്രവേശനം നേടിയ ക്ലബ് അംഗത്തിന്റെ മകൾ ഫാത്തിമ ഹമീദിന് മെമ്പർ ആനി വിനു ഉപഹാരം നൽകി അനുമോദിച്ചു. രക്ഷാധികാരി K ബാബു നാസർ, ആദ്യകാല കളിക്കാരൻ തമ്പി അരിമ്പൂർ, KA പ്രയാൺ, നൌഷാദ് മുക്കുട്ട, ട്രഷറർ AA ഇക്ബാൽ, AC ജോൺസൺ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബാബു P ജോർജ് നന്ദിയും പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഗുരുവായൂർ നിയോജകമണ്ഡലം ജനറൽ ബോഡി യോഗം സംഘടനയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ നിയോജകമണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻമാരായ ഡെന്നിസ് ഗുരുവായൂർ, ജോർജ് എടക്കഴിയൂർ, യൂത്ത് വിംഗ് ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ ജഫീർ ജോണി, വനിതാ വിംഗ് ഗുരുവായൂർ മണ്ഡലം ചെയർപേഴ്സൺ K രാജശ്രീ എന്നിവർ സംസാരിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഗുരുവായൂർ മണ്ഡലം ജനറൽ കൺവീനറുമായ ജോജി തോമസ് സ്വാഗതവും ട്രഷറർ KK സേതുമാധവൻ നന്ദിയും പറഞ്ഞു. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിഷ KS അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി MK സുനിൽ അഭിവാദ്യം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി PA അനിൽ, യൂണിറ്റ് ട്രഷറർ MG വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിനും SPCയും സംയുക്തമായി തൃശൂർ അമല ആശുപത്രിയുടെ സഹകരണത്തോടെ ജീവദ്യുതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ MB പ്രമീള ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ MD ഷീബ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് M സന്ധ്യ, PTA പ്രസിഡന്റ് സിറാജ്, PTA മെമ്പർ ഷൗക്കത്ത് അലി, NSS കോർഡിനേറ്റർ MV മഞ്ജു, SPC കോർഡിനേറ്റർമാരായ അഖിൽ K അരവിന്ദാക്ഷൻ, അഞ്ജലി സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത് 50ഓളം പേർ രക്തദാനം നടത്തി. വേലൂർ ശ്രീ വിഘ്നേശ്വര സെൻട്രൽ സ്കൂളിൽ കുട്ടികൾ ഒരുക്കിയ പച്ചക്കറി തോട്ടത്തിൽ വിളവെടുപ്പ് നടന്നു. പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പച്ചക്കറി തോട്ടത്തിൽ വെണ്ട, വെള്ളരി എന്നിവയാണ് കൃഷി ചെയ്തത്. കർഷകനായ കേശവൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങളുമായി കൂടെ ഉണ്ടായി. വിളവെടുപ്പിന് പ്രിൻസിപ്പൽ സജീവ് കുമാർ, മാനേജർ ശ്രുതി സജീവ് എന്നിവർ നേതൃത്വം നൽകി. തിരുവത്ര കോട്ടപ്പുറം മാരിയമ്മൻ ശ്രീ ഹനുമാൻകുട്ടി ക്ഷേത്രത്തിൽ ഭദ്രകാളിക്ക് തിടമ്പ് സമർപ്പണം നടത്തി. അകമ്പള്ളി ബാബുജി പിള്ളയാണ് വഴിപാടായി പൂത്താലത്തിന്റെ അകമ്പടിയോടെ ഭദ്രകാളിക്ക് തിടമ്പ് സമർപ്പിച്ചത്. ക്ഷേത്ര മേൽശാന്തി അകലാട് രഞ്ജിത്ത് ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. തുടർന്ന് ചുറ്റുവിളക്കും നാമജപവും ഉണ്ടായി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് EA രവീന്ദ്രൻ, സുധീർ രവീന്ദ്രൻ, ഗോപി കളത്തിൽ, മോഹനൻ കളത്തിൽ, KK സതീന്ദ്രൻ, പ്രകാശൻ ചെല്ലിക്കാട്ടിൽ, KK ഭരതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി പുന്നൂർക്കുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതാക ദിനം നടത്തി. പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം വിജയൻ പേരോത്ത് പതാക ഉയർത്തി. ആൽത്തറയിൽ ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ, ലക്ഷ്മണൻ, സുരേഷ്, സുന്ദരൻ മാമ്പറ്റ്, വേണു, ശ്രീജേഷ്, യദുകൃഷ്ണ, ബാലഗോകുൽ രക്ഷാധികാരി G കൊച്ചുകുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി വടുതല വട്ടമ്പാടം MRA സൂപ്പർ മാർക്കറ്റിന്റെ 5ാം വാർഷികത്തിന്റെ ഭാഗമായി ഫിജൂസ് ബേക്കറിയുമായി സഹകരിച്ച് സമ്മാന പെരുമഴ ഒരുക്കി. ഓരോ 500 രൂപയുടെ പർച്ചേസിനുമാണ് സമ്മാനങ്ങൾക്കുള്ള കൂപ്പൺ ലഭിക്കുക. 2 ഭാഗ്യശാലികൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ നേടാനുള്ള അവസരവും കൂടാതെ നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
ഒന്നാം സമ്മാനം 2 പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ, രണ്ടാം സമ്മാനം 32 ഇഞ്ചിന്റെ LED TV, മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ, നാലാം സമ്മാനം 3 ലിറ്റർ പ്രഷർ കുക്കർ, അഞ്ചാം സമ്മാനം 1 ലിറ്റർ പ്രഷർ കുക്കർ 5 പേർക്ക്. ആദ്യ സമ്മാന കൂപ്പണിന്റെ വിതരണം കുന്നംകുളം നഗരസഭ 37 വാർഡ് കൌൺസിലർ സെക്കീന മിൽസ കുട്ടിലിങ്ങൽ ചന്ദ്രന് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ MRA സൂപ്പർ മാർക്കറ്റ്, ഫിജൂസ് ബേക്കറി ഭാരവാഹികൾ സംബന്ധിച്ചു. 2026 ഫെബ്രുവരി 8 ഞായറാഴ്ചയാണ് നറുക്കെടുപ്പ് നടക്കുക. നറുക്കെടുപ്പിൽ എല്ലാവർക്കും പങ്കെടുക്കാം. കൂടാതെ MRA ഹോം അപ്ലയൻസസ് സാധനങ്ങൾക്ക് 10% വിലക്കുറവും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ സന്ദർശിക്കൂ MRA സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഫിജൂസ് ബേക്കറി, വടുതല, വട്ടമ്പാടം. പുന്നൂർക്കുളം കലിയുഗ സാംസ്കാരിക സമിതിയുടെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി 50ഓളം മുതിർന്നവർക്ക് ഓണക്കോടി കൈമാറി. റിട്ടയർഡ് അധ്യാപകൻ P. കൃഷ്ണൻ, സബ് രജിസ്ട്രാർ ബാബു പൊന്നമ്പത്ത് എന്നിവർ പങ്കെടുത്തു. കലിയുഗ പ്രസിഡന്റ് സനീഷ് താമരശ്ശേരി, ജോയിന്റ് സെക്രട്ടറി ബൈജു കൊഴപ്പാട്ട്, ട്രഷറർ സുമിത്ത് വെള്ളമാക്കൽ, മണികണ്ഠൻ പൊന്നമ്പത്ത്, ചന്ദ്രൻ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ കുറുമാൽ വിക്ടോറിയ വന്ദനം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തിരുവാതിരക്കളി, നൃത്ത സംഗീത പരിപാടികൾ, വടംവലി, കുട്ടികളുടെ മറ്റ് കലാപരിപാടികൾ തുടങ്ങിയവ അരങ്ങേറി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. പ്രസിഡന്റ് സുനിൽ G. ആലിൽ, സെക്രട്ടറി സിജു പാലയിൽ, ട്രഷറർ ജിൻഡോ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുബിൻ, ആനന്ദകൃഷ്ണൻ, ഹരിമോഹൻ, ജയകുമാർ, വത്സലകുമാരി എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,130 രൂപ, സ്വർണം പവന് 81,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 135 രൂപ. ചർമ്മം CCTVയുടെ നെല്ലുവായി മൈക്രോ കേബിൾ നെറ്റ്വർക്ക് ഉടമ ഇരുമുപ്പെട്ടി കുട്ടഞ്ചേരി കല്ലാറ്റ് വീട്ടിൽ പ്രദീപിന്റെ ഭാര്യ പിതാവ് കേശവൻ മൂസദ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന കർമ്മങ്ങൾക്ക് ശേഷം ഷൊർണൂർ ശാന്തിതീരത്ത് നടക്കും. ഗിരിജ ഭാര്യയും ശില്പ, ശിൽജ എന്നിവർ മക്കളുമാണ്. ബിജു മരുമകനാണ്. എരുമപ്പെട്ടി പ്രതിഭാ കോളേജ് സ്ഥാപകനും പ്രിൻസിപ്പാളുമായിരുന്ന സൈമൺ മാസ്റ്റർ നിര്യാതനായി. 62 വയസ്സായിരുന്നു. വെള്ളാട്ടഞ്ഞൂർ പൊറത്തൂർ അന്തോണിയുടെ മകനാണ്. പനി ബാധിച്ച് അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പനി മൂർച്ഛിച്ച് ന്യൂമോണിയയായി അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഷീബ ആന്റണിയാണ് ഭാര്യ. ഷിബിൻ P. സൈമൺ, സരുൺ P. സൈമൺ എന്നിവർ മക്കളാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വെള്ളാട്ടഞ്ഞൂർ ഫാത്തിമമാത ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ചാലിശ്ശേരി കവുക്കോട് കുന്നത്ത് നാരായണൻ നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടന്നു. ഉഷയാണ് ഭാര്യ. വൈശാഖ്, വിസ്മയ എന്നിവർ മക്കളാണ്. വാഗ തൈവളപ്പിൽ കുമാരൻ ഭാര്യ സുശീല നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ റിട്ടയർഡ് അധ്യാപകനും ഓൾ കേരള നോട്ട്ബുക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയുമായിരുന്ന കുന്നംകുളം നെപ്പൻസ് ലൈനിൽ കണ്ണനായ്ക്കൽ ജോർജ് മാസ്റ്റർ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആർത്താറ്റ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. പരാതിയായ സൂസന്നയാണ് ഭാര്യ. ഷീജ, ഡോക്ടർ ജീജ, അഡ്വക്കേറ്റ് ലൈജ എന്നിവർ മക്കളാണ്. അണ്ടത്തോട് പാപ്പാളി സലാമത്ത് റോഡ് ഇബ്രാഹിം മസ്ജിദിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ പൊന്നോക്കാരൻ സുലൈമാൻ ഭാര്യ സെഫിയ നിര്യാതയായി. 61 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. സവാഹിർ, സുഹേർ, ഷഹീർ, പരേതയായ ഷഹീറ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി മുട്ടിക്കൽ കോർപ്പുള്ളിയിൽ വീട്ടിൽ ഹസൻകുട്ടി നിര്യാതനായി. 80 വയസ്സായിരുന്നു. കബറടക്കം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ചിറ്റണ്ട ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ഖദീജ ഭാര്യയും അബ്ദുറഹ്മാൻ, ഉസാമ, സൽവ, സുഹൈൽ, സഹല എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് KPCC ആഹ്വാനം ചെയ്ത പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളത്ത് അദ്ദേഹം നിർവഹിച്ചു. കുന്നംകുളത്തെ പ്രതിഷേധ സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് തന്റെ കഴുത്തിലുണ്ടായിരുന്ന 2 പവൻ വരുന്ന സ്വർണ്ണമാല ഊരി നൽകി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. നിയമ പോരാട്ടത്തിന് സുജിത്തിനൊപ്പം നിന്ന വർഗീസ് ചൊവ്വന്നൂരിന് DCC എക്സിക്യൂട്ടീവ് സ്ഥാനം കൂടി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡുകളുടെ സംവരണം ഈ മാസം അവസാനം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും. 2015-ലെയും 2020-ലെയും തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി സംവരണം ഉണ്ടായിരുന്ന വാർഡുകളെ നറുക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കും. ദേശീയപാത 66 എടക്കഴിയൂരിൽ ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണ് ഗൃഹനാഥൻ മരിച്ചു. പുത്തൻപള്ളി നരണിപ്പുഴ സ്വദേശി 68 വയസ്സുള്ള ചേക്കുണ്ണിയാണ് മരിച്ചത്. ഗുരുവായൂർ പഞ്ചാരമുക്ക് സെന്ററിൽ ബൈക്കിടിച്ച് തമിഴ്നാട് സ്വദേശിയായ കാൽനട യാത്രികനും മരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.